അച്ഛൻ തലയ്ക്ക് സുഖമില്ലേ? അച്ഛന്റെ തലയ്ക്ക് നെല്ലിക്കാത്തളം വെക്കേണ്ട സമയമായിട്ടുണ്ട്. അതല്ല, തലവേദനയാണോ? അതെ, താൻ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണ്ട. നേരത്തെ എന്തിനാ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞേ? അമ്മ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന ആളാണല്ലേ? ചിരിക്കണോ നോക്ക്. എന്താ പ്രശ്നം? പ്രശ്നം പറഞ്ഞ സോൾവ് ചെയ്ത് തരുമോ? എന്നാ ഇപ്പൊ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പോ. കുരിപ്പ്. ശരിക്കും എന്താ പ്രശ്നം? നീ പോയില്ലേ? ശരിക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ചെറിയ സൗന്ദര്യപ്പിണക്കം, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാ ഇപ്പൊ നമ്മള് തമ്മിൽ ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കൂലേ, സൗന്ദര്യപ്പിണക്കം, അതുപോലെ ഞാനും അച്ഛനും തമ്മിൽ. ഓക്കെ. എന്തൊക്കെ അറിയണം, എന്തൊക്കെ ചോദ്യങ്ങളാണ്. കർത്താവേ, മക്കളെ അതല്ലേ പറഞ്ഞേ, സൗന്ദര്യപ്പിണക്കം എന്ന് പറഞ്ഞാൽ ഒന്ന് പോ അച്ഛ അവിടുന്ന്. മനുഷ്യവിടെ 100 വട്ടം ജോലി എടുക്കുക. ചെല്ലി പോ. അളിയൻ തലവേദനയ്ക്ക് ബാമ ധരിക്കുന്ന കേട്ടല്ലോ. രണ്ട് ബാമ കിട്ടിയാ? ഓ, ഞാൻ തേച്ചേ. നല്ല തലവേദന അളിയാ, നല്ല തലവേദന. ആഹാ, ഇത് കൊള്ളാല്ല. ഇതാര്? പാറുവാ, സിദ്ധുവിന്റെ പരിചാരക. ഞാനല്ലേ സിദ്ധുവിന്റെ പെറ്റ്. നിന്നെ പോലെ ആൾക്കാരെ സോപ്പിടാം വേറെ ആരുമില്ല എന്റെ പാറുവേ. സിദ്ധുവേ, കോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ആവി പിടിക്കാൻ കേട്ടോ. ഇല്ലമ്മ, ഇപ്പം ഓക്കെയാ. ദുബായില് AC റൂമിനകത്ത് ഇരുന്നല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നാട്ടിൽ വന്ന ശേഷം ക്ലൈമറ്റിന്റെ വേരിയേഷൻ കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും. അതങ്ങനെ വരാറുണ്ട്. അളിയാ, അളിയൻ ദുബായിൽ ജോലി മതിയാക്കി വരുന്നതിന് മുമ്പേ എനിക്കൊന്ന് ദുബായി പോ. ദുബായിലാ? പാറോളിനെ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാരും ഞാൻ ദുബായി കൊണ്ടു. ആ, ബെസ്റ്റ്. ഇവിടെ ഉള്ളവരെല്ലാരും കൂടെ ദുബായി പോയാൽ സൂപ്പർ ആയിരിക്കും. ഗൗരവമായി കുറച്ചു നാള് ദുബായിലായിരുന്നല്ല, അതിന്റെ ജാടയെ കാണിക്കുന്നു. ദുബായിലായാലും എന്തോന്ന് ജാട എന്റെ പാറുവേ. സിദ്ധുവേ, വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. ഓക്കെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ? ശരി. അളിയാ, കുറച്ചും കൂടെ തേക്കട്ടെ? വേണോ? കൊറേ ഒന്നും തേക്കണ്ട, ഇത്തിരി തേച്ചാൽ. ആയിക്കോട്ടെ. പാറുവേ, എന്തോന്നത്? എന്തോ മനസ്സിലായില്ലേ? ബാം തേക്കുന്നു. കൊച്ച വല്ല പനിയാ ജലദോഷം ഉണ്ടെങ്കിൽ നിനക്ക് പകരും. സ്കൂളിലൊക്കെ പോകാനുള്ളതല്ലേ. പനി പകരുവോ? പിന്നെ പകരൂലേ? എന്നാ പിന്നെ ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. എന്തിനി? അതാകുമ്പോ സ്കൂളിൽ പോകണ്ടല്ലോ. ഇറങ്ങി പൊടി പൊടി. താങ്ക് യു ചക്കരെ. തലവേദന കുറഞ്ഞില്ലേ? മാറിയില്ലടാ ചക്കരെ. ചില തലവേദനകളെ അങ്ങനെ ഒന്നും മാറൂല. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. അത്രയ്ക്ക് തലവേദന ഉണ്ടെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോയിക്കൂടി. ഒഴിഞ്ഞു മാറി ദുബായിൽ നിന്നതായിരുന്നല്ലോ. ചിലരൊക്കെ അല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. താല്പര്യത്തോടെ വന്നതല്ല, ഒരു നേർച്ചയ്ക്ക് വന്നാന്ന് മനസ്സിലായി. നേർച്ച കഴിഞ്ഞ സ്ഥിതിക്ക് ദുബായിക്ക് തിരിച്ചു പോകുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. പോണെങ്കിൽ പോയിക്കൂടി. സ്വന്തം വീടും വീട്ടുകാരെയൊക്കെ മറന്ന് വേറെ എവിടെങ്കിലൊക്കെ വന്നിങ്ങനെ നിൽക്കുമ്പോ ഇതെല്ലാം കേൾക്കേണ്ടി വരും. സ്വാർത്ഥമായിട്ട് ലക്ഷ്യം വെച്ച് സ്നേഹിക്കുന്നതും നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കും തമ്മില് നല്ല വ്യത്യാസം ഉണ്ടല്ലോ ചൂസേ. സിദ്ധു, നീ ഇപ്പൊ സംസാരിച്ച സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ എന്താ പറഞ്ഞ ഞാൻ എന്താ സ്വാർത്ഥത പറഞ്ഞാണ് നിന്നോട് പിടിച്ചു വെച്ചേക്കണേന്ന്? എടാ, നിനക്ക് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോയി നിൽക്കണമെങ്കിൽ നീ പോടാ, പോയി നിക്ക്. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പോവാ. എനിക്കറിയാം എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട്. എന്നാ പിന്നെ എന്റെ കാര്യം നോക്കാൻ എനിക്കും അറിയാം. ലച്ചുവിന് അല്ലെങ്കിലും എല്ലാം അറിയാം. എല്ലാം തികഞ്ഞ ആളാണല്ലോ. സാമർത്ഥ്യം കൂടി പോയി, അതാണ് എന്റെ കുഴപ്പം. സാമർത്ഥ്യം കൂടി പോയിന്നാ? എടാ, നിനക്ക് നിന്റെ അറിവിനെ കണക്ക് ഒന്നില്ലെങ്കിൽ പോടാ. ഞാൻ ഒറ്റ തന്നോണ്ടല്ലേ. ഇനിയിപ്പോ തല്ലടയും കൂടെ കുറവേ ഉള്ളൂ. തല്ലട തല്ലി കൊല്ലും മനുഷ്യനെ. തല്ലട നീ. നിങ്ങളെ നിർത്തോ? കുറെ നേരമായല്ലോ. അച്ഛാ, അമ്മ, തല്ലി പിടിക്കില്ലേ പ്ലീസ്?
വിളിക്കുന്നു. മക്കളെ നിന്റെ അമ്മ ഉണ്ടല്ലോ, നമ്മളെ എല്ലാരും നാണം കെടുത്തിയിട്ടേ ഇറങ്ങത്തുള്ളൂ. നാണം കെടുത്തി. അമ്മ വഴക്കുണ്ടാക്കില്ലേ? ഞാനല്ല വഴക്കുണ്ടാക്കണം, നിന്റെ അച്ഛനാ.